ആളുകൾ ഇതിൽ പിഴച്ചു പോകുന്നത് അത് മുഅ്ജിസത്തുള്ളവരല്ലേ, അത് കറാമത്തുള്ളവരല്ലേ? അവരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് അല്ലാഹ് ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് കൊടുത്തതിൽ നിന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, ആർക്കാണ് അല്ലാഹു തആല അള്ളാന്റെ കഴിവ് കൊടുത്തിട്ടുള്ളത്? നമുക്കൊക്കെ നമ്മളതായ കഴിവ് വന്നിട്ടുണ്ട്. ആനക്ക് ആനന്റെ കഴിവ് കൊടുത്തിട്ടുണ്ട്, പാമ്പിന് പാമ്പിന്റെ കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ പുറമെ അള്ളാഹുവിന്റെ കഴിവ് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇത് പറയാണ് അതൊക്കെ മുഅ്ജിസത്ത് കണ്ടിട്ടില്ലേ, കറാമത്ത് കണ്ടിട്ടില്ലേ? ഉണ്ട്. ആ മുഅ്ജിസത്ത് എന്തിനാണ്? പ്രവാചകന്മാർ നബിയാണെന്ന് ആ ഖൗമിനെ ബോധ്യപ്പെടുത്താനുള്ള അടയാളമാണ്. ആ കറാമത്ത് ആ മനുഷ്യൻ അള്ളാഹുവിനെ ബോധ്യപ്പെടാനും ഈമാൻ വർദ്ധിക്കാനുമുള്ളതാണ്. അത് വിൽക്കാനുള്ളതല്ല, അത് നുണ പ്രചരിപ്പിക്കാനുള്ളതല്ല, അത് ചൂഷണം ചെയ്യാനല്ല. മൂസാ നബി ആ വടിയും കൊണ്ട് ഒരിക്കലും പിരിവിനിറങ്ങിയിട്ടില്ല. ഭാരതന്മാരായ അസ്ഹാബുൽ കഹ്ഫ് ഒരുപാട് കറാമത്ത് ജീവിതം കൊണ്ട് കണ്ടവരാണ്. ഒരിക്കലും അവർ അത് ചൂഷണത്തിന് കണ്ടെത്തിയിട്ടില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് മഹാരഥന്മാരായ ഉലമാക്കന്മാര് പറയുന്നുണ്ടത്. ശറഹുൽ അഖായിദിന്റെ 134-ാമത്തെ പേജിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള മുഅ്ജിസത്താവട്ടെ, അതുപോലെ തന്നെ അമ്പിയാക്കന്മാര് കാണിച്ച ആ ദൃഷ്ടാന്തങ്ങളെല്ലാം അവരെ നിഷേധിക്കുന്ന വയുഅ്ജിസുൽ മുൻകിരീന അലൽ ഇത്യാനി ബിമിസ്ലിഹി. നിങ്ങൾ ഇതേപോലത്തെ കൊണ്ടുവരും. ഇദ്ദേഹം നബിയല്ല ഞങ്ങൾ പറയുന്നത്. ഇതാ പാറന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകം വരുന്ന രംഗം കാണിച്ചു കൊടുത്തു. ഇത് മുഅ്ജിസത്താണ്. ഇതിന് പകരം വെക്കാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത്? അത് അംഗീകരിപ്പിച്ചു കൊടുക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ. എന്നാൽ അത് മറ്റുള്ള ഔലിയാക്കന്മാരായുള്ള മഹാരഥന്മാരായ നല്ലവരായ മനുഷ്യർക്ക് ചില കറാമത്തുകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ഔലിയാക്കന്മാരുടെ പ്രത്യേകത അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പേടിക്കേണ്ടവരല്ല, ദുഃഖിക്കേണ്ടി വരൂല. അവരാരാ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ മുഅ്മിനീങ്ങളാണ്, അവർ തഖ്വയുള്ളവരാണ്. ഇത് നാട്ടിലിപ്പോ നിസ്കരിക്കാത്ത ആൾക്കാര് ഔലിയാക്കന്മാര്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ബില്ല് ചോദിച്ചാൽ ഹോട്ടൽ കത്തിക്കുക. ഔലിയാക്കന്മാര് കറാമത്ത്. നിസ്കരിക്കൂല, നോമ്പോൽക്കൂല, നോമ്പ് നോൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, അത് കറാമത്ത്. ഇതെങ്ങനെയാ കറാമത്താവുക? ഇസ്ലാമിന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ, ആദരവെന്ന് പറഞ്ഞാൽ ആർക്കാണ്ടാകുക? യഥാർത്ഥ ഔലിയാക്കന്മാർക്ക്. അത് എനിക്കും നിങ്ങൾക്കൊക്കെ ആകാം. അള്ളാന്റെ നിയമങ്ങളൊക്കെ പാലിക്കുക, പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കി പരമാവധി ഭദ്രമായി ഈമാനോടെ ജീവിക്കുക. അല്ലദീന ആമനൂ, നന്നായി ഈമാനുള്ളവരാവുക. വകാനൂ യത്തഖൂൻ, നല്ല തഖ്വയുള്ളവരായി മാറുക. ഇനി അങ്ങനെ വല്ല കറാമത്തും അത്ഭുതങ്ങളും ജീവിതത്തിൽ കണ്ടാലോ, മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഒരുപാട് കറാമത്ത് എഴുതിണ്ടാക്കിയത്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറയാണില്ലേ, അന്ന മിൻ ശറത്തിൽ വിലായത്തി, ഒരു വലിയ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ നിബന്ധനയാണ് കത്മാനുൽ കറാമാത്തി, തനിക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ പടച്ചോൻ കാണിച്ചു തന്നാൽ അതൊരിക്കലും പരസ്യമായി വിളിച്ചു പറഞ്ഞ് നടക്കരുത്.